ഞാൻ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ, നമ്മൾ കുഞ്ഞിന് എന്താ വേണ്ടേ, ചോറാണോ ചപ്പാത്തിയാണോ, അങ്ങനെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ തീ അങ്ങനത്തെയൊക്കെ അവർ പറയാൻ ശ്രമിക്കും. അപ്പം നമ്മൾ തീ കേൾക്കുമ്പോൾ ചപ്പാത്തി, ചപ്പാത്തി റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, മനസ്സിലാൻ വേണ്ടിയാണ് ഞാനും ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. തീ ചപ്പാത്തിയാണോ, ചപ്പാത്തി ചപ്പാത്തി നമ്മൾ വീണ്ടും വീണ്ടും പറയണം. അപ്പോൾ കുഞ്ഞ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നിരാശയുടെ മുഖം കാണിക്കുകയൊന്നും ചെയ്യരുത്. ചപ്പാത്തിയാണ് കുഞ്ഞിന് വേണ്ടതെന്ന് സന്തോഷമായിട്ട് തന്നെ പറയണം. അപ്പോൾ കുഞ്ഞ് മനസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ചപ്പാത്തി എന്ന്. അപ്പോൾ അത് അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് നമുക്ക് മനസ്സിലായി എന്നറിയുന്നതാണ് ആ കുഞ്ഞിൻ്റെ സന്തോഷം അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ എന്ത് കുഞ്ഞ് സിലബിൾ പറഞ്ഞാലും അത് എൻകറേജ് ചെയ്യുക. തെറ്റിച്ച് ഇപ്പം അത്യാവശ്യം സംസാരിച്ച് തുടങ്ങുന്ന കാലത്ത് അവർ ചില പ്രൊനൗൺസിയേഷൻ തെറ്റിക്കും. അതിനൊന്നും ഇങ്ങനെ കളിയാക്കി അവരെ ഡിസ്കറേജ് ചെയ്യണ്ടേ. അവരെ സന്തോഷം, അപ്പം നമ്മൾ നോക്കണം അവരുടെ റിയാക്ഷൻ ഒന്നും. ചിലപ്പോൾ നമ്മൾ സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ അതിലെ തമാശ കൊണ്ടോ നമ്മൾ ചിരിക്കും. അപ്പോൾ അവരുടെ റിയാക്ഷൻ ശ്രദ്ധിക്കണം. നമ്മൾ നല്ലോണം കുഞ്ഞിനെ വാച്ച് ചെയ്യണം. അപ്പോൾ റിയാക്ഷൻ കുറച്ച് ഒരു സുഖകരമല്ലാത്ത റിയാക്ഷൻ ആണെങ്കിൽ അവൻ അതൊന്ന് മടിക്കും, പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് സംസാരിച്ച് നോക്കാനായിട്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കുഞ്ഞിന് ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിക്കേണ്ട, നമ്മൾ എൻകറേജ് ചെയ്യുക തന്നെ വേണം. അങ്ങനെ കുഞ്ഞിനെ പടിപടിയായിട്ട് കൊണ്ടുവരാം. പക്ഷേ ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോഴും സ്പീച്ച് ഡിലേ ഉണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഈ റഫ് മൈൽ സ്റ്റോൺസിൻ്റെ ഏജിൽ തന്നെ കുഞ്ഞുങ്ങൾ ഈ സംസാരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കണം. മിനിമം ഒന്നോ രണ്ടോ വാക്ക് അമ്മ അച്ഛൻ എന്നൊക്കെ തന്നെ 2 വയസ്സിൽ പറയേണ്ടതാണ്. അച്ഛൻ എന്നായിരിക്കും ചിലപ്പോൾ അമ്മമ്മ എന്നായിരിക്കും പറയുന്നത്, ആന എന്നായിരിക്കും പറയുന്നത്. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളും അവരുടെ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില വാക്കുകളുണ്ടല്ലോ. അങ്ങനെ 1-2 വാക്ക് എന്തായാലും 2 വയസ്സിൽ പറയും. സ്പീച്ച് ഡിലേ ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഓവർ ആങ്സൈറ്റി വേണ്ട. കുഞ്ഞുങ്ങളെല്ലാം ഈ കറക്റ്റ് ഡേറ്റിനനുസരിച്ചൊന്നും അല്ല ഈ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുക. അതുകൊണ്ട് മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ട. ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വേഗം സംസാരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യും.